എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്യാമ്പസുകൾ ഇപ്പോൾ സമരമുഖമായി മാറിയിരിക്കുകയാണ്. പോലീസും വിദ്യാർത്ഥികളും തമ്മിലുള്ള മൽപ്പിടുത്തവും ഒപ്പം ജലപീരങ്കിയും ഒക്കെയായി ഉള്ളൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. ഇപ്പോൾ രാവിലെ പത്രമെടുത്താലേ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നത് പോലീസിൻ്റെയും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഫൈറ്റിങ്സാണ്. ഇതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങളും. സിൻഡിക്കേറ്റ് അംഗങ്ങളെക്കുറിച്ചാണെങ്കിൽ അവർക്ക് എല്ലാ മാസവും അവരുടെ ആനുകൂല്യങ്ങളും മറ്റ് സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതിന് ഗവൺമെൻറ്റാണ് അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്. ഗവൺമെൻറ് അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, പാവം പിടിച്ചവൻ്റെ നികുതി പണമെടുത്താണ് ഈ കോലാഹലങ്ങളെല്ലാം കാണിക്കുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇവരൊന്ന് വിചാരിക്കുകയാണ്, ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഇളക്കി വിട്ട് എത്ര നാൾ ഈ സമരവുമായിട്ട് മുമ്പോട്ട് പോകുകയാണ്? ഇവർ ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുമ്പോൾ എൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി അത് മന്ത്രിതലങ്ങളിലും സിൻഡിക്കേറ്റ് അംഗങ്ങളും കൂടെയൊക്കെ ചേർന്നതിന് ശാശ്വത പരിഹാരം കണ്ടെത്തണം. ഇവിടെ ഗവർണറും മന്ത്രിമാരും പോലീസും തമ്മിലുള്ള ഈ ഒരു യുദ്ധം ഒട്ടും നല്ലതല്ല, വളരെ മോശമാണ്. എത്ര ദിവസമായാണ് പഠിപ്പുകൾ മുടങ്ങിയിരിക്കുന്നത്? പാവം പിടിച്ച വിദ്യാർത്ഥികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസാണ്. സമരത്തിന് വേണ്ടി മാത്രം കോളേജിൽ വരുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, എല്ലാവരുമില്ല. അവർക്ക് നേതൃത്വം നൽകുന്ന മറ്റു രാഷ്ട്രീയക്കാരും. ഇതൊക്കെ വളരെ അനാരോഗ്യകരമായ കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് ഇതിന് വേണ്ട തീരുമാനങ്ങൾ കഴിവതും വേഗം എടുക്കുക. ഈ സമരത്തിനൊരു അന്ത്യം കുറിക്കുക. എപ്പോഴും നോക്കിയാലും ഈ കേരളം സമരം കൊണ്ട് മാത്രമേ ഓരോ ദിവസവും കടത്തിവിടാൻ പറ്റുന്നുള്ളൂ എന്നൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ബുദ്ധിമുട്ടുകളാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. ഏത് മേഖല എടുത്താലും, അതായത് ഈ ആരോഗ്യമേഖല ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇപ്പോൾ അതിനെ ചുമട് പിടിച്ചിപ്പം വിദ്യാഭ്യാസ മേഖലയും. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപാകതയുള്ള മേഖലകളിലേക്കുള്ള ആൾക്കാരുടെ ശ്രദ്ധ കുറഞ്ഞിരിക്കും. അതും ഒരു കാരണമായിരിക്കാം ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. ഗവർണറുമായി മന്ത്രിസഭാ അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും സമമായി ഒന്നിച്ചിരുന്ന് ആരോഗ്യപരമായ തീരുമാനങ്ങളെടുത്ത് ഈ സമരത്തെ ഇല്ലാതാക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യേണ്ടതാണ് ഓരോ മന്ത്രിമാരുടെയും ഓരോ നേതാക്കന്മാരുടെയും പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഒരു ധാർമ്മികത. അതിൽ വലിയ അങ്ങനെയുള്ളൊരു ഒരു തീരുമാനം ഇപ്പോൾ ഒരു കൂട്ടരിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഗവർണറുടെ ഭാഗം നോക്കുന്നു, മന്ത്രിമാർ മന്ത്രിയുടെ ഭാഗം നോക്കുന്നു, സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗം നോക്കുന്നു, രാഷ്ട്രീയക്കാർ അവരുടെ ഭാഗം നോക്കുന്നു, വിദ്യാർത്ഥികൾ അവരുടെ സമരഭാഗമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഈ പോലീസ് സേനയ്ക്ക് ഇതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. ഒന്നാമത് നമ്മുടെ പോലീസ് സേന വിചാരിച്ചത്ര സ്ട്രെങ്ത് ഇല്ല. മറ്റു പല ലൈൻ ഓർഡറിനും വേണ്ടിയും ഈ പോലീസുകാർ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഇവർ മൊത്തം ക്യാമ്പസുകളിൽ തമ്പടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ സമരക്കാർ ക്യാമ്പസിൽ കയറി പല നാശങ്ങളും വരുത്തി വയ്ക്കും. ഇതിന് യഥാർത്ഥത്തിൽ മന്ത്രിമാർ യാതൊരു ആക്ഷനും എടുക്കുന്നേ കണ്ടില്ല. ക്രിയാത്മകമായ ഒരു വ്യത്യാസം ഒന്നും ഇവർക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്നും മന്ത്രിമാർ ഉദ്ദേശിക്കുമെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും തകർത്ത് തരിപ്പണമാക്കി
ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയും കൂടെ അവർക്ക് തരിപ്പണമാക്കിയെങ്കിലേ ഇവർക്ക് സമാധാനം വരൂ എന്നാണോ ഇവരുടെ ഉദ്ദേശം എന്ന് നമ്മൾ ധരിക്കേണ്ടി വരുന്നു. ആ ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. എപ്പോൾ നോക്കിയാലും ഈ യൂണിവേഴ്സിറ്റി ഒരു പ്രോബ്ലമായിട്ട് മാറിയിരിക്കുകയാണ്. ചാൻസലർ, വൈസ് ചാൻസലർ, അങ്ങനെ പലരും ആരൊക്കെയോ നിയമിക്കുന്നു, ആരതിക്രമിച്ച് കയറുന്നു, ഡിസ്മിസ് ചെയ്തവർ ജോലി അവരുടെ സീറ്റ് ഓക്യുപ്പൈ ചെയ്ത് വെച്ചേക്കുന്നു, അതിനുള്ള സപ്പോർട്ടുകൾ ഗവൺമെൻറ് തലത്തിൽ നിന്നും കിട്ടുന്നു. ഇതൊക്കെ കണ്ടുപഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. കാര്യം അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുന്നത് ശരിയായ ദിശയിലല്ല, ടോട്ടൽ റോങ്ങായുള്ളൊരു ദിശയിലേക്കാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ മൂവായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സമര നേതാക്കളും ഇവരെ സമരത്തിന് തള്ളിവിടുന്നവരും ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഇവർ വിദ്യാർത്ഥികളാണ്, അവർ വിദ്യാഭ്യാസം കറക്റ്റായ രീതിയിൽ നടക്കണം, അതിനൊരു ഭംഗമുണ്ടാകരുത്. ആ രീതിയിലുള്ള ചിന്താഗതി ഈ മന്ത്രിമാർക്കുമില്ല, സമര നയിക്കുന്ന നേതാക്കന്മാർക്കുമില്ല, ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുമില്ല. യാതൊരു കുഴപ്പമില്ലാതെ അവർ ഒരു മാറ്റമില്ലാതെ മുന്നോട്ട് പോകുന്നു. സോ കഴിയുന്നത് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, സാധിച്ചാൽ എത്രയും വേഗം തന്നെ ഇതിൻ്റെ തീരുമാനമെടുത്ത് ഈ സമരത്തെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. വീണ്ടും എന്നും ഒരു സമരമുഖമായി ക്യാമ്പസുകൾ ഉപയോഗിക്കാതിരിക്കുക. വളരെ ദുഃഖത്തോടെയാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. സമാധാനമായി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉണ്ടാകണം. അതേ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.